വീട്ടിലെ ഏത് ബോട്ടിലാണെങ്കിലും അത് വെച്ചിട്ടൊരു പ്ലാന്റർ സെറ്റ് ചെയ്യാം. അങ്ങനെയുള്ള 2 വ്യത്യസ്ത പ്ലാന്ററാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഹലോ കൂട്ടുകാരേ, ഇന്നിങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ കയറിയിട്ട് മേളിലേക്കൊന്ന് പോവാമെന്ന് വിചാരിച്ച്. എന്നും സ്റ്റെപ്പ് ഒരു 5-6 തവണയൊക്കെ കയറലുണ്ട്. അപ്പം ഇങ്ങനെ കയറി പോകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണും കേട്ടോ. അതൊക്കെ അവിടെ സ്ഥിരമുള്ളതാ. അപ്പം ഇങ്ങനെ കയറി പോകുമ്പോഴാണ് ഈ മണി പ്ലാന്റ്. മൊത്തത്തിൽ കുറേ മണി പ്ലാന്റൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പോട്ട്, ആ പോട്ട് ഒരു സുഗര്യ കണ്ട. മാത്രമല്ല അതിൻ്റെ അടിയിലൊക്കെ വെച്ച പാത്രമാകെ മണ്ണ് നിറഞ്ഞു. പാത്രം എന്നല്ലേ പറയാ. ചെടി നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്രോത്തിലൊക്കെ ഉണ്ട്. പക്ഷെ ഈ പോട്ട് നമുക്ക് മാറ്റിയാലോ? ഞാനിങ്ങനെ ഈ പോട്ടിനൊന്നും ഞാൻ ഇങ്ങനെ ഹോളൊന്നും ഇടില്ല കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല. ഈ അകത്ത് വെക്കുന്ന പോട്ടുകൾക്കൊന്നും ഞാൻ ഹോളിടാറില്ല. ഇവിടെ അഗ്ലോണിമ. ഈ ചെടി ഇതുപോലെ ചട്ടിയിൽ അങ്ങനെ ഇറക്കി വെക്കുള്ളൂ. ഈ പോട്ടിനൊന്നും ഹോളിടില്ല. ആഴ്ചയിൽ ഒരു ദിവസമെല്ലാം നല്ല നല്ല പ്ലാസ്റ്റിക് പോലെ കണ്ടിട്ടുണ്ടാവും. ഞാൻ മിക്ക ഷോർട്സ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടോട്ടാ. ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഞാൻ നനച്ചു കൊടുക്കുള്ളൂ. അടിപൊളിയായിട്ട് വീട്ടിൽ വരുന്നവർക്കൊക്കെ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഹാളിൽ നേരെ കാണുന്നതാണ് സ്റ്റെയർ. ഇതൊരു പ്രത്യേക ഒരു വൈബാണ്. എല്ലാവരും അതിൽക്ക് കണ്ണു പോവാം. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യട്ട്. അപ്പോൾ എന്താ പറഞ്ഞ വിഷയം, ഇതിനെ മാറ്റണം. ഈ പോട്ടിനെ മാറ്റി നമുക്ക് ഉഷാറാക്കണം. എന്നിട്ട് ഈ ചെടി നമുക്ക് വേറൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി വെക്കാം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഏതാ ചട്ടിയിൽ വെക്കും, നല്ലൊരു അടിപൊളി ചട്ടി വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ കത്തിയത്. ഞാൻ ഈ ചെടീനെ ഈ പോട്ടിൽ കാക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ പേട മേടിച്ച ആ ബോട്ടിൽ. അപ്പോൾ ഈ ചെടീനെ ഈ പേടയുടെ കുപ്പിയിലേക്ക് മാറ്റിയിട്ട് നല്ല ഗ്ലാമറാക്കാം. അങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ മണി പ്ലാന്റ് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതുപോലെ ഒരു മിഠായിയുടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നന്നായി പെയിൻ്റ് അടിച്ച് പിന്നെ അതിൽ മണ്ണ് നിറച്ചിട്ടാണ് അതിലും മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. റൂമിലെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുകളിലായിട്ടാണ് ഈ മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല ഗ്രോത്തിൽ വളർന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്.